നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 1 അധ്യായം 17. ഇപ്പോൾ ശ്രീശുകൻ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഉൾത്താളത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴും ഒരു ദ്വാരപാലകൻ തടഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ ദിവ്യനാണെന്ന് സൂക്ഷ്മ നോട്ടത്തിൽ മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ കടത്തിവിട്ടു. ഇപ്പോൾ രണ്ടാമത്തെ ഉൾത്തളത്തിലേക്ക് പ്രവേശിക്കാനും അതേ സംഭവം തന്നെയാണ് നടന്നത്. ആദ്യം ആളിനെ അറിയാതെ ദ്വാരപാലകൻ തടഞ്ഞുവെങ്കിലും ഇദ്ദേഹം വളരെ ജ്ഞാനിയായ ഒരു മഹാനാണെന്ന് മനസ്സിലായതുകൊണ്ട് ഉൾത്തളത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ വിശിഷ്ട തരുക്കളുള്ള ഉദ്യാനം കാണിച്ചു കൊടുത്ത ശേഷം അതിഥി സൽക്കാരവും ചെയ്തു. എന്നിട്ട് ഗീതാവാദ്യാദികളിൽ വളരെ പ്രാവീണ്യമുള്ളവരും നല്ല കാമശാസ്ത്രത്തിൽ നല്ല ജ്ഞാനമുള്ളവരുമായ വേശ്യാംഗനകളെ അദ്ദേഹത്തെ പരിചരിക്കാൻ ഏർപ്പെടുത്തി. ആ സ്ത്രീകൾ ശുകനെ വളരെ ഭക്തിയോടെ പൂജിച്ച് സൽക്കരിച്ചു. അതുപോലെ പലതരം ഭക്ഷണം നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം കാമമോഹിതരായ ആ സ്ത്രീകൾ അദ്ദേഹത്തിന് രമ്യമായ അന്തഃപുരത്തിനകത്തുള്ള ഉദ്യാനം കാട്ടിക്കൊടുത്തു. അദ്ദേഹം വളരെ സൗന്ദര്യമുള്ള മൃദുഭാഷിയായ യുവാവാണല്ലോ. അതുകൊണ്ട് അവരെല്ലാം അദ്ദേഹത്തെ കണ്ട് വളരെയധികം മോഹിച്ചു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 61. ജിതേന്ദ്രിയം മുനിം മത്വാ സർവാപര്യചരം സ്തദാ ആരേയണസ്തു ശുദ്ധാത്മാ മാതൃഭാവം അകൽപയത്. ജിതേന്ദ്രിയനായ മുനിയാണെന്ന് വിചാരിച്ച് അവരെല്ലാം അദ്ദേഹത്തെ പരിചരിച്ചു. ശുദ്ധാത്മാവായ ശുകനാകട്ടെ അവരിൽ മാതൃഭാവമാണ് കൽപ്പിച്ചത്. ശ്ലോകം 62. ആത്മാരാമോജിതക്രോധോ ന ഹൃഷ്യതി ന തപ്യതി പശ്യംസ്താസാം വികാരാം ഛ സ്വസ്ഥ ഏവ സ തസ്തിവാൻ. ആത്മാരാമനും ക്രോധരഹിതനും സന്തോഷിക്കുന്നില്ല, ദുഃഖിക്കുന്നുമില്ല. ശുകനും അത്തരത്തിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് ആ സ്ത്രീകളുടെ വികാരപ്രകടനങ്ങൾ കണ്ടിട്ടും അദ്ദേഹം സ്വസ്ഥനായി തന്നെ ഇരുന്നു. ശ്ലോകം 63. തസ്മൈ ശയ്യാം സുരമ്യാം ച ദദുർനാര്യാസു സംസ്കൃതാം പരാർഘ്യാസ്തരണോപേതാം നാനോപസ്കര സംവൃതാം. ധാരാളം അലങ്കാരപ്പണി ചെയ്തതും വിലതീരാത്ത വിരിപ്പോടുകൂടിയതും വൃത്തിയാക്കിയതും അഴകുള്ളതുമായ കിടക്ക ആ സ്ത്രീകൾ അദ്ദേഹത്തിന് നൽകി. ശ്ലോകം 64. സകൃത്വാ പാദശൗചം ച കുശവാണീരതന്ത്രിതഃ ഉപാസ്യ പശ്ചിമാം സന്ധ്യാം ധ്യാനം ഏവാന്വപദ്യതാം. ഒരു മടിയും കൂടാതെ അദ്ദേഹം കാൽ കഴുകി കുശപാണിയായിരുന്ന് സായം സന്ധ്യയെ ഉപാസിച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകി. ശ്ലോകം 65. യാമമേകം സ്ഥിതോ ധ്യാനേ സുഷ്വാപ തദനന്തരം സുത്വാ യാമദ്വയം തത്ര ചോദതിഷ്ഠത്തദശുകഃ. ഒരു യാമം ശുകൻ ധ്യാനനിമഗ്നനായിരുന്നു. പിന്നെ ഉറങ്ങി. 2 യാമം ഉറങ്ങിയിട്ട് ഉണരുകയും ചെയ്തു. ശ്ലോകം 66. അവസാനത്തെ ശ്ലോകമാണ്
അധ്യായം 17 പാശ്ചാത്യം യാമിനീയാമം ധ്യായം ഏവാന്വപദ്യത സ്നാത്വാ പ്രാതക്രിയാ കൃത്വാ പുനരാസ്തേ സമാഹിതാഃ. രാത്രിയുടെ അന്ത്യയാമത്തിലെഴുന്നേറ്റ് ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞു. പിന്നെ കുളിച്ച് പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ധ്യാനനിമഗ്നനായി തീർന്നു. ഇതി ശ്രീദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ സപ്തദശോധ്യായഃ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.